പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ അതിൻ്റെ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്കുള്ളിൽ 3 വാണിജ്യ കപ്പലുകൾ, അതിൽ 3ലും ഇന്ത്യക്കാരായിരുന്നു അതിൻ്റെ ക്രൂ, ആക്രമിക്കുകയും ഒരു കപ്പലിൽ 3 ഇന്ത്യക്കാർ വധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് യുദ്ധക്കപ്പലുകളല്ല, അത് വാണിജ്യ കപ്പലുകളാണ്, ടാങ്കറുകളാണ്. ആദ്യത്തേത് ഒരു എണ്ണ ടാങ്കറാണ്. അത് പിലാവു എന്ന രാജ്യത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ പിലാവു എന്ന രാജ്യത്തിൻ്റെ പതാകയാണ് അതിലുള്ളത്. പക്ഷേ ജീവനക്കാർ മുഴുവൻ ഇന്ത്യക്കാരാണ്. അതുപോലെ ആ കപ്പലിൻ്റെ ഉടമസ്ഥരും ഇന്ത്യക്കാരായിരിക്കാൻ തന്നെയാണ് സാധ്യത. രണ്ടാമത്തെ കപ്പലും ഇതുപോലെ തന്നെ പിലാവു എന്ന രാജ്യത്തിൻ്റെ പതാക വഹിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഇങ്ങനെ കൊമേഴ്ഷ്യൽ കപ്പലുകൾ അങ്ങനെ വരുന്നതിൻ്റെ കാര്യം? ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ താമരശ്ശേരിയോ അല്ലെങ്കിൽ മലപ്പുറത്തോ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ലോറികൾ കാണാം. ഇതെല്ലാം നാഗാലാൻഡിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ടുള്ള ലോറികളാണ് നമ്മൾ കാണുന്ന. കേരളത്തിൽ അത് ഇഷ്ടംപോലെ ഓടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് നാഗാലാൻഡിലെ ഇത്രയധികം വണ്ടികളിലൂടെ വരുന്നത്? കാരണം നാഗാലാൻഡിൽ കുറേ കൂടി ടാക്സ് കുറവുള്ളത് കൊണ്ട് ഈ കേരളത്തിലെ ആളുകൾ വണ്ടി എടുത്ത് നാഗാലാൻഡിലെ ഒരു അഡ്രസ്സും കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ ഓടുന്ന വണ്ടി നാഗാലാൻഡ് രജിസ്ട്രേഷനായിരിക്കും. പക്ഷേ അതിലെ ജീവനക്കാരും അത് ഓടുന്നതൊക്കെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിലെ ജീവനക്കാരെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊല്ലംകാരും താമരശ്ശേരിക്കാരും ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഈ കപ്പലുകൾ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സൗകര്യവും അതിൻ്റെ ടാക്സ് കുറവും നോക്കിയാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പിലാവു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പസഫിക്കിലെ ഒരു ദ്വീപ സമൂഹമാണ്. അത് എല്ലാം കൂടി 446 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള കുറച്ച് ദ്വീപുകളുടെ ഒരു സമൂഹമാണ്. അപ്പോൾ അവിടെയാണ് ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ആക്രമണത്തിനെതിരെ 2 കപ്പലുകളും അവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗിനിയ ബിറ്റാവോ എന്നങ്ങാണ്ട് പറഞ്ഞുള്ള ഒരു രാജ്യമാണ്. അത് ആഫ്രിക്കയിലെ രാജ്യമാണ്. അതും ഇതുപോലെ തന്നെ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ ടാക്സ് ബെനിഫിറ്റ്സ് നോക്കിയിട്ട് ആളുകൾ പോയി അത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കപ്പലുകൾ ആരതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരാണ് ജോലിക്കാർ. മിക്കവാറും അത് ഇന്ത്യൻ കമ്പനികളുടെ തന്നെ കപ്പലായിരിക്കും. അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇത് ഒരു തരത്തിലും ഈ യുദ്ധവുമായിട്ട് ബന്ധമില്ലാത്ത കപ്പലുകളാണ്. ഒന്നാമത്തെ ഒരു എണ്ണ ടാങ്കറായിരുന്നു, രണ്ടാമത്തത് മറ്റൊരു ചരക്ക് കപ്പലായിരുന്നു, അടുത്തത് ഇപ്പോൾ വീണ്ടും ഒരു മൂന്നാമത്തെ ഒരു കപ്പൽ ആക്രമിക്കുക. അതിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് യുദ്ധം, ഈ പറയുന്ന ഗുണ്ടകൾ ഒരു തെരുവിൽ ആക്രമണം അഴിച്ചിടുമ്പോൾ ഇത് കാണുന്ന എല്ലാവരെയും ആക്രമിക്കുന്നത് അതേ നിലവാരത്തിലാണ് ട്രംപും നെതന്യാഹുവും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം കൈകാര്യം ചെയ്യുന്നത്. ആരെയും കൊല്ലാം, ആരുടെ വാഹനങ്ങളും ആക്രമിക്കാം, ആരുടെ കപ്പലുകളും ആക്രമിക്കാം എന്നുള്ളൊരു നിലയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രകോപനമില്ലാതെ ഇറാൻ്റെ നേരെ വീണ്ടും ആക്രമണം നടത്തി. ഇത്തവണ നശിപ്പിച്ചത് 20 ലക്ഷം ആളുകൾക്ക് വെള്ളം നൽകുന്ന ജലസംഭരണിയാണ് തകർത്തത്. യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ 100 ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് 150 പിഞ്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ നരാധമന്മാരായിട്ടുള്ള ട്രംപും നെതന്യാഹുവും ചേർന്ന് തകർത്തത്. 150 പിഞ്ച് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. ഈ രീതിയിൽ ഇന്നുവരെ ചരിത്രം കാണാത്ത തരത്തിലുള്ള അക്രമങ്ങൾ ആണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ട്രംപും നെതന്യാഹുവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ വലിയ തോതിൽ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. തിരിച്ചുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ട്രംപ് വലിയ ആക്രമാസക്തനാകുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതാ ഈ രാത്രി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ രാത്രിയായി കഴിഞ്ഞപ്പോൾ ട്രംപ് കളമാരി ചവിട്ടി, ഇല്ല, ഈ അക്കോർഡിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. ഈ ട്രംപ് 23,000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ യുദ്ധം നടത്തുന്നത്. ഇറാനും US തമ്മിൽ ഒരു അതിർത്തിയും പങ്കിടുന്നില്ല. അവർ തമ്മിൽ വേറെ ഡീൽസും ഒന്നുമില്ല. എന്നിട്ടാണ് ഇത്രയും ദൂരെ വന്നിട്ട് ഈ ആയുധശേഷി എന്ന അഹങ്കാരത്തിൻ്റെ മുകളിൽ അമേരിക്ക ഈ വൃത്തികൾ ചെയ്യുന്നത്. അതിൽ ആണെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത ഇന്ത്യൻ കപ്പലുകളാണ് യഥാർത്ഥത്തിൽ ഇത് 3 സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യക്കാരുണ്ടായിരുന്നു, ഇന്ത്യക്കാരായിരുന്നു. ആദ്യത്തെ 2 കപ്പലിൽ നിന്ന് ജോലിക്കാരെ രക്ഷിക്കാൻ സാധിച്ചു. അതേസമയം 3ാമത്തെ കപ്പലിൽ 3 പേർ ആക്രമണത്തിൽ മരിക്കുകയും ചെയ്തു. ഇതേ രീതിയിൽ തന്നെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഈ നാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന് എല്ലാവിധ ലക്ഷ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തമായി ആക്രമിക്കുക, അത് ആരെയാണ് ആക്രമിക്കുന്നതെന്ന് നോക്കുന്നില്ല.
ഇന്ത്യൻ കപ്പലുകളെയാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുന്നു. ശ്രീലങ്കൻ കടൽത്തീരത്ത് വെച്ചിട്ട് ഇറാൻ്റെ കപ്പലിനെ ഇവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇന്ത്യയിൽ ഒരു നാവികാഭ്യാസത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്ന കപ്പൽ അമുക്കുന്നു. ഈ രീതിയിൽ ഹിറ്റ്ലറിന് സമാനമായ രീതിയിൽ തന്നെ ഉള്ള ആക്രമണമാണ് ഇപ്പോൾ നെതന്യാഹുവും ട്രംപും അഴിച്ചുവിടുന്നത്. ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇതിൽ യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന രാജ്യങ്ങൾക്കാണ്. അതുപോലെ ഇനിയിപ്പോൾ ഈ യുദ്ധം വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ നാശനഷ്ടം വരാൻ പോകുന്നു ഈ യുദ്ധവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾക്കാണ്. അതിനാൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു UN തലത്തിലുള്ള ഒരു ഇടപെടൽ വേണമെന്ന് ഇറാൻ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ. അത് ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല. ഇനിയെങ്കിലും ആ പ്രക്രിയ നടന്നില്ലെങ്കിൽ ഈ യുദ്ധം, ഈ ആക്രമണം, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, US-ഉം ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യയിൽ നടത്തുന്ന ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന സംവിധാനമോ മറ്റു ലോകരാഷ്ട്രങ്ങളോ ഇനി എത്ര കാലം നിലനിൽക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും.